28-ാമത്തെ ശ്ലോകമാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. അർജുന, ജീവജാലങ്ങൾ ആദിയിൽ ജനനത്തിന് മുമ്പ് അവ്യക്തങ്ങളും, മധ്യകാലത്ത് ജനന മരണങ്ങൾക്കിടയിൽ വ്യക്തങ്ങളും, അവസാനം മരണാനന്തരം അവ്യക്തങ്ങളും തന്നെ. അതിലെന്തിനും വിലപിക്കുന്നു. ഇത് മുതൽക്കുള്ള 10 ശ്ലോകങ്ങൾ ലൗകിക ദൃഷ്ടിയിൽ അർജുനന്റെ പ്രശ്നത്തെ വിലയിരുത്തുന്നു. അപ്പം നേരത്തെ കുറെ കുറെ നമ്മൾ താത്വികമായിട്ട് ഈ പരമാത്മ ചൈതന്യത്തിന്റെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അതല്ലാത്തത്, അപ്പൊ അതാണ് ബൃഹത്താണ്, അത് അചിന്ത്യമാണ്, അപകാര്യമാണ്, അവ്യക്തമാണ്, ഇതിങ്ങനെ പല രീതിയിൽ അതിനെ നമ്മൾക്ക് ഒരു ഗ്രാഹ്യം തന്നിട്ട് അതെല്ലാം താത്വികമായിട്ട് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഈ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ എങ്ങനെയാണെന്ന്, അർജുൻ ഇപ്പോൾ ഒരു സാധാരണക്കാരന്റെ രീതിയിലാണല്ലോ ഈ തളർന്നു പോയത്. അപ്പോൾ ആ സാധാരണക്കാരന്റെ രീതിയിൽ ഈ പ്രശ്നങ്ങളെ കാണുക, ഈ തളർച്ചയെക്കുറിച്ച്. ഇത് മുതൽ 10 മുതലുള്ള ശ്ലോകങ്ങളിൽ ലൗകിക ദൃഷ്ടിയിൽ അർജുന്റെ പ്രശ്നത്തെ വിലയിരുത്തുന്നു. കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഭൗതിക ജീവിതം. കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഭൗതിക ജീവിതം. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുന്നു. കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും, അവ വ്യക്തങ്ങളാണ്. എന്നാൽ അവയുടെ കാരണങ്ങളെ നാം കണ്ടെന്ന് വരില്ല. അവ മിക്കവാറും അവ്യക്തങ്ങളായിരിക്കും. അവ്യക്തമായ കാരണത്തിൽ നിന്ന് കാര്യം വ്യക്തമായി ഉരുത്തിരിയുന്ന പ്രക്രിയയാണല്ലോ സൃഷ്ടി. കാര്യകാരണ സംബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഭൗതികം. സോ കോസ് ആൻഡ് എഫക്റ്റ്. ഒരു എഫക്റ്റ് നമുക്കൊരു എഫക്റ്റ് വരുന്നു, എന്തെങ്കിലും ഒരു നമുക്ക് അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും. ഇപ്പം നമുക്കൊരു അസുഖം സിംറ്റംസ് വരുന്നില്ല, നമുക്ക് അസുഖങ്ങൾ വരുന്നു, അതിൻ്റെ ചില പ്രകടന ലക്ഷണങ്ങൾ വരുമ്പോൾ അറിയാം അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ വരുന്നു, തലവേദന വരുന്നു, അതിൽ പനിയുടെ ഒരു ലക്ഷണമാണ്. അപ്പം പനി വരുന്നു, അതിൻ്റെ ഒരു എഫക്റ്റ് വരിക ഇങ്ങനെയുള്ള ഇത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയും പുറകിൽ നമ്മൾ വിചാരിക്കുന്നത് ഏതിൻ്റെയും പുറകിൽ ഒരു കാരണമുണ്ട്, കോസ് ഉണ്ട്. കോസ് ആൻഡ് എഫക്റ്റ് ആണ് ഇവിടെ. നമ്മൾ അതിനെയൊന്നും യൂഷ്വലായിട്ട് നമ്മൾ അതിനെയൊന്നും കാര്യമാക്കത്തില്ല. ഏത് നിസ്സാര കാര്യത്തിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും. അപ്പൊ അത് ഈ കാരണം അവ്യക്തമാണ്. കാര്യമാച്ച എഫക്റ്റ്, എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു എഫക്റ്റ് വരുന്നു, പക്ഷെ ആ എഫക്റ്റിന്റെ പുറകിലുള്ള കാരണം എപ്പോഴും അവ്യക്തമായിരിക്കും. അതാ ഈ ഭൗതിക ജീവിതം. നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതം എന്തെല്ലാം സംഭവിക്കുന്നു. നമുക്ക് ഞാനൊന്നും ചെയ്തില്ല, എന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ എനിക്കൊരു എഫക്റ്റ് വരുന്നു, ദുഃഖം വരുന്നു. ഈ ദുഃഖത്തിന്റെ കാരണം എന്താ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആ കാരണം അറിയത്തില്ല. കോസ് ഉണ്ട്. ആ കോസ് ആൻഡ് അതാണ് കർമ്മവും കർമ്മഫലവും. കോസ് ആൻഡ് എഫക്റ്റ്. കർമ്മമാണ് കോസ്, അതിന്റെ എഫക്റ്റ് ആണ് ഫലം, അതിന്റെ റിസൾട്ട്. അപ്പോൾ ഈ ഫലം ഈ കർമ്മത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഈ ഫലം ഒരു കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തുവാ, ഒരു ഫലം ഇല്ലാതെ ഒരു കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ നമ്മൾ ഒന്ന് ചൊറിയുന്നു, അതിൻ്റെയും പുറകിലൊരു കാരണമുണ്ട്. അവിടെ ഇല്ലയോ, ചുമ്മാ ദേഹത്തെ ചൊറിച്ചുകൊണ്ടിരിക്കുവോ? ആ ചൊറിച്ചിലിന് ഒരു കാരണമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഇച്ചിങ് എന്തോ ഒരു ബാക്ടീരിയയോ അല്ലെ ഏതോ ഒരു അഴുക്കോ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലൊരു കോസ് ഉണ്ട്. ഏത് നിസ്സാര കർമ്മത്തിന്റെ പുറകിലും ഒരു കോസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ രാവിലെ ഉണർന്ന് തൊട്ട് ഉറങ്ങുന്നവരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയത്തില്ല, നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വളരെ അൺഇമ്പോർട്ടൻറ്റ് കർമ്മങ്ങളാണ് ഓരോന്നും. ഞാൻ രാവിലെ എഴുന്നേറ്റു, ആദ്യം ഇത് ചെയ്തു, പിന്നെ വ്യക്തമായിട്ട് ഓരോന്നും നമുക്ക് ഞാൻ ചെയ്ത കർമ്മങ്ങളെയൊക്കെ ഞാനിങ്ങനെ ഒരു കൊതുവിനെ അടിച്ചു കൊന്നായിരുന്നു നമുക്ക് ഓർക്കുമോ രാവിലെ? അപ്പം നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ. അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പുറയിൽ ഒരു കാരണം ഉണ്ടാവും. അതാ പറയാം, എഫക്റ്റ് നമുക്ക് നമ്മുടെ അനുഭവം നമുക്കറിയാം, അതാ എഫക്റ്റ്. ആ അനുഭവത്തിന്റെ പുറകിൽ ഒരു കാരണമുണ്ട് ഏതിൻ്റെ, അത് അവ്യക്തമാണ്, നമുക്ക് ശരിക്കും പിടികിട്ടത്തില്ല. അതാണ് പറയുന്നത്, ഈ അവ്യക്തമാണ്. പക്ഷെ അത് ഇല്ലാത്തത് അവ്യക്തമായതുകൊണ്ട് ഒന്നുമില്ല, ശൂന്യം എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഇതാണ് ആ പാരഗ്രാഫ് പറയുന്നത്. അതാ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തുവാ, ആ സൃഷ്ടി ഇപ്പോൾ ഒരു മൺകുടം ഉണ്ടാക്കുന്നു മണ്ണിൽ നിന്ന്.
മണ്ണിന്റെ ഒരു രൂപം കുഴച്ച് വെച്ചേക്കുന്നു. അതിനകത്ത് നല്ലൊരു വിഗ്രഹം ഒരാളിങ്ങനെ, നമ്മൾ എത്ര യൂട്യൂബിലൊക്കെ കാണുന്നു, എത്ര നല്ല രീതിയിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം ആ മൺ ആദ്യം ചെളിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ആ എഫക്റ്റ് അതിനകത്തിലുണ്ട്. ആ നല്ലൊരു രൂപമായിട്ട് വരുന്ന ഒരു വിഗ്രഹം ഉണ്ടാവുന്നു. അതാണ് അതിന്റെ എഫക്റ്റ്. ആ എഫക്റ്റ് ആ ചെളിയിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ അത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതിന്റെ പുറയിലും അതിന്റെ ആ ഒരു ഈ എഫക്റ്റ് ഏതിന്റെ പുറയിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു മാവിന്റെ മാങ്ങാണ്ടിയില് അതിന്റെ വിത്തില് ആ മാവിന്റെ രൂപം അതിനകത്തിൽ അത് ബീജഭാവത്തിലുണ്ട്, നമുക്ക് കാണാൻ അവ്യക്തമാണ്. പക്ഷെ ആ മാങ്ങാണ്ടിയിൽ നിന്നാണ് മാവിന്റെ രൂപം ഉടലെടുത്ത് വരുന്നത്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ആ ചെടിയുടെ രൂപം വരുന്നത്. ആ രൂപം നേരത്തെ വ്യക്തമാണോ? അല്ല. സോ കോസ് അവ്യക്തവും എഫക്റ്റ് വ്യക്തവുമാണ്. ഈ ദൃശ്യപ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവ്യക്തമായിരുന്നു, ഇപ്പോൾ വ്യക്തമാണ്. നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നു. ഇത് കാലം കൊണ്ട് അപ്രത്യക്ഷമാവും, വീണ്ടും അവ്യക്തമായി തീരും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ വർത്തമാന ജീവിതത്തിന്റെ ആദിയും അന്തവും അജ്ഞാതമാണ്. അവ്യക്തത്തിൽ നിന്ന് വന്ന ഇത് അവ്യക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. വന്നത് അവ്യക്തത്തിൽ നിന്ന്, തിരിച്ചു പോകുന്നത് അവ്യക്തത്തിലേക്ക്. എങ്കിൽ പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു പോകുക എന്നല്ലേ അർത്ഥം? വന്ന വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ദുഃഖിക്കുമോ? അവ്യക്തത്തിലേക്കുള്ള പോക്കും ചക്രം തിരിയും പോലെയാണെന്ന് പറയാം. പൊങ്ങിയ ഭാഗം താഴും, താഴ്ന്ന ഭാഗം പൊങ്ങും. ഈ ക്രമം ആവർത്തിക്കുന്നു. അതിനെ ചൊല്ലി എന്തിനു പരിതപിക്കണം? അപ്പൊ ഇതിവിടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുവാ നമ്മുടെ ജീവിതം? നമ്മൾ ഓരോരുത്തരും ജനിച്ചു. നമ്മുടെ ധാരണ എങ്ങനെയാണ്? നമ്മൾ ജനിച്ചു, ഇന്ന ഡേറ്റ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എല്ലാവർക്കും അറിയാം. ആ ഡേറ്റിന് ഇന്ന സമയത്താണ് ഞാൻ ജനിച്ചത്. അതിന് മുമ്പുണ്ടായിരുന്നു നമുക്ക് ഈ ശാസ്ത്രങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാവോ? അതിന് മുമ്പ് ഞാനുണ്ട്. എൻ്റെ ശരീരമാണ് ജനിച്ചത്, ഞാൻ ജനിച്ചതല്ല. ഞാനിവിടെ ഉണ്ട് എപ്പോഴും. പക്ഷെ ഞാനൊരു പുതിയ ഒരു ശരീരം വിട്ടിട്ട് വേറൊരു ശരീരം എടുത്തതാ ആ ഡേറ്റിന്. പക്ഷെ ഞാൻ ജനിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ശരീരം എടുത്തെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ ശരീരം എടുത്ത ഇന്ന ഡേറ്റിനാ, ആ ഇയർ ഇതാന്ന് നമ്മൾ പറയത്തില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു അറിവില്ല. ഇതൊക്കെ പഠിക്കുമ്പോഴാ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ, മനനം ചെയ്ത് നോക്കുമ്പോൾ നമുക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ബോധ്യപ്പെടുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഗീത പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇത് വിട്ടിട്ട് പോകുമല്ലോ. ഇതൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാ. ചില ബുക്കുകളൊക്കെ വായിക്കുമ്പോഴോ കുറച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതൊക്കെ ചുമ്മാതെ, നമ്മൾ അതിനെ പിന്നെ വായിക്കത്തില്ല. പക്ഷെ നമ്മൾ ഗീത അങ്ങനെയാണോ? നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യമാണെന്ന് നമുക്കും കൺവിക്ഷൻ വരുന്നു. നമുക്കൊരു ചിന്തിച്ച് നോക്കിയില്ലെങ്കിലോ നമ്മൾ ഈ സാധാരണ പറയുന്ന പോലെ നമുക്ക് പറയാൻ തോന്നും. നമ്മൾ അതുകൊണ്ടാണ് ഈ അറിവ് ഗുഹ്യതരം എന്ന് പറയും. ഏറ്റവും രഹസ്യമാണിത്. രഹസ്യം വെച്ചാൽ ആർക്കും പറഞ്ഞു കൊടുത്തുകൂടാന്നുള്ള ആ തരത്തിലല്ല രഹസ്യം എന്ന് പറയുന്നത്. ഗോപ്യം അത്ര ഭയങ്കര. നമുക്കൊരു ഗുരുവിൽ നിന്നോ ഒരു ശാസ്ത്രത്തിൽ നിന്നോ അല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് അത് ഉദിച്ചു വരത്തില്ല. അല്ലെങ്കിൽ അത് ജന്മം കൊണ്ട് വന്നതായിരിക്കണം. ജന്മം കൊണ്ടും വരും. അല്ലാതെ വേറെ ഏതോ ജന്മത്തിൽ നമ്മൾ ആർജിച്ചതാണ് ഇപ്പൊ ഈ ജന്മത്തിൽ വന്നേക്കുന്നത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാവരും വരയ്ക്കുന്നുണ്ട്. കുറേയൊക്കെ മോശമൊക്കെ ഇതൊക്കെ ഒരു സമയമാകുമ്പോൾ ഇതൊക്കെ വരും. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കും. പ്രയത്നം, ഇതിന്റെ പുറകിൽ ഒരു പ്രയത്നം ആവശ്യമാണ്. എനിക്ക് അതാ ഈ പ്രയത്നം ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചത് ഈ ശരീരത്തിനാണ്. അത് പ്രകൃതിയുടെ ഒരു എവല്യൂഷൻ, അത് ഹയസ്റ്റ് സ്റ്റേജ് വന്നു. പക്ഷെ ഇനി എനിക്ക് എവല്യൂഷൻ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനായിരിക്കണം. കാരണം ശരീരം വേറൊരു തലത്തിലോട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ബോഡി ലെവലില് എൻ്റെ ഹയസ്റ്റ് പരിണാമത്തിൽ എവല്യൂഷനിൽ നിൽക്കുക ഞാൻ. പക്ഷെ ഞാൻ ഈ ബോഡി മാത്രമല്ല, എനിക്കൊരു മനസ്സുമുണ്ട്. ഈ ജീവാത്മാവിന് 2 ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഈ ശരീരം മാത്രമല്ലല്ലോ. ഇതിനെ ഒരു ശരീരം ജഡമാണ്, പക്ഷേ മനസ്സ് കോൺഷ്യസ് ആണ്. ആ ഒരു പാർട്ടും കൂടെ ഈ ശരീരം ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ അതിനും ഇതാവണം. ഈ ശരീരം മാത്രം പോരാ, ഈ മനസ്സിനും ഇതുണ്ടാവണം. അതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ആസ്പെക്ട് നമ്മൾ ചിന്തിക്കത്തേ ഇല്ല. ശരീരവും മനസ്സും ഇത് രണ്ടും ഞാനല്ല, ഈ ജീവാത്മാവിന്റെ 2 ഇൻസ്ട്രുമെന്റാ. അപ്പൊ ആ മനസ്സ് എവിടുന്നാ, ഈ ഇൻസ്ട്രുമെന്റ് എവിടുന്നാ കിട്ടിയേ? ആ ഈശ്വരന്റെ അംശമാണ് ഈ മനസ്സ്. അവിടുന്ന് വന്നതാ ഒറിജിനേറ്റ് ചെയ്ത് ഈ വാസനകളിൽ കൂടി യാത്ര ചെയ്യുക. ഈ വാസന വിട്ടാലോ എനിക്ക് എവിടുന്ന് ആ വീട്ടിലോട്ട് എത്തിച്ചേരണം. ശരീരം വന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്, അത് പഞ്ചഭൂതത്തിലോട്ട് പോകും. ഈ മനസ്സ് വന്നത് ഈശ്വരനിൽ നിന്ന്. അതിന് പ്രയത്നം ആവശ്യമാണ്.
അപ്പം ഒരു ലവ് ഇതൊക്കെ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നു. ഇപ്പൊ നമ്മൾ ഈ കൃഷ്ണൻ ഈ അധ്യായം ഈ ശ്ലോകം തൊട്ട് ഒരു 10 സാധാരണക്കാരുടെ രീതിയില്ല. ഇത് എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി നമ്മളെല്ലാവരും ഉണ്ട്. ഇത് വരുന്നുണ്ടല്ലോ, ജനിച്ചു, ഇത് മരിക്കുകയും ചെയ്യും. ഇതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം. ഇത് സാധാരണക്കാർക്ക് ഇതിന്റെ ശാസ്ത്രങ്ങളൊന്നും പഠിക്കണ്ട. നീ നോക്കിയാലും നീ എന്തിനാ വിഷമിക്കുന്നേ? ജനിച്ചാൽ മരിക്കത്തില്ലേ? കാരണം മരിച്ചേ പറ്റൂ. അപ്പൊ ആ പല ഏത് തരത്തിൽ നോക്കിയാലും നീ തളരാൻ ബാധ്യസ്ഥനല്ല എന്ന് സ്ഥാപിക്കുക കൃഷ്ണൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ പറഞ്ഞു, നമ്മളെ ഓരോ കാര്യത്തിനെയും ശരീരത്തിന്റെ ലെവലില്, മനസ്സിന്റെ ലെവലില്, ബുദ്ധിയുടെ ലെവലില്, ആത്മീയതയുടെ ചില ചൈതന്യത്തിന്റെ ലെവൽ, ആധ്യാത്മികത ലെവലില്, ഈ 4 രീതിയിൽ നമ്മൾ ഓരോ ഏത് പ്രശ്നങ്ങളെ അങ്ങനെ കാണാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഏതാണ് ധർമ്മമെന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിന്റെ രീതി മാത്രം ചിന്തിക്കുക, എമോഷണലായിട്ട് മാത്രം ചിന്തിച്ചാൽ എനിക്കത് ശരിയാന്ന് തോന്നും. ഓരോ തലത്തിലും ചിന്തിക്കുമ്പോൾ ശരിയാ, പക്ഷെ വേറെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അയ്യോ അങ്ങനെ അതുകൊണ്ടാണ് മനസാക്ഷി പറയുന്നത് അങ്ങനെ പറയണ്ടായിരുന്നു, എമോഷൻസിൽ പലതും ചെയ്തു കൂട്ടി, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നമ്മുടെ മനസാക്ഷി പറയും. അപ്പൊ നമ്മൾ ഏതിലും നോക്കുമ്പോൾ ഒരേപോലെ വരണം, അതാണ് വിവേകം. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ സാധാരണക്കാരന് ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ സാധാരണക്കാരുടെ ദൃഷ്ടി ജനിക്കുന്നു, മരിക്കുന്നു. ഇപ്പൊ നീ എന്തിനാ ഇത്ര കടന്ന് വിഷമിക്കുന്ന കടന്ന്? ജനിച്ചാൽ മരിക്കും, ഏതെങ്കിലും കാരണം ഉണ്ടാവുന്നതിന്. അപ്പൊ ആ രീതി നോക്കിയാലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ലെന്ന് കൃഷ്ണൻ പറയുക. ഒരു ബ്രഹ്മചാരി സ്വപ്നം കാണുന്നു, ഭാര്യ സന്താനങ്ങളൊത്ത് ജീവിക്കുന്നതായിട്ട്. അയാളുടെ സ്വപ്ന കുടുംബം ആദ്യം അവ്യക്തമായിരുന്നു, ഇടയ്ക്ക് സ്വപ്നത്തിൽ വ്യക്തമായി, ഉണർന്നപ്പോൾ വീണ്ടും അവ്യക്തമായി മാറുകയും ചെയ്തു. ഹേ ബ്രഹ്മചാരി, സ്വപ്നത്തോടൊപ്പം മറഞ്ഞുപോയ ആ വേൾക്കാത്ത ഭാര്യയെക്കുറിച്ചും പിറക്കാത്ത ഉണ്ണികളെക്കുറിച്ചും പരിതപിക്കുന്നത് എന്തിന്? ഈ സ്വപ്നം പോലാണ്. സ്വപ്നത്തിനെ വെച്ച് നമ്മളിങ്ങനെ ദുരിതം അനുഭവിക്കുമോ? ആ സമയത്ത് അനുഭവിക്കും. ഉണർന്നു കഴിഞ്ഞാലോ പിന്നെ എനിക്ക് ആ സ്വപ്നത്തിന്റെ വല്ല അനുഭവത്തിന്റെ ദുരിതം ഉണ്ടോ എൻ്റെ ജീവിതത്തിന്? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആ സ്വപ്നം ഇല്ലായിരുന്നു. ആ ഉറക്കത്തിലോട്ട് വീറും മയക്കത്തിലാകുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നു. ആ മയക്കത്തിലാണ് വന്നത്. മയങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ആ സ്വപ്നം വന്നോ? ഇല്ല. മയങ്ങിയപ്പോൾ എനിക്ക് സ്വപ്നം വന്നു, എന്നിട്ട് ഞാൻ മയക്കത്തിൽ നിന്ന് തന്നെ ഉണരുന്നു. ആ സ്വപ്നം അവിടെ ഉണ്ടോ? പിന്നെ ആ അനുഭവം ഉണ്ടോ? ഇല്ല. അപ്പം ഈ സ്വപ്നത്തിലെ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ പരിതപിക്കൂ? അല്ലെങ്കിൽ അയ്യോ എനിക്കിങ്ങനെ ഒരാളെന്നെ കുത്തി, ഞാൻ ആശുപത്രി പോണോ? ഇനി സ്വപ്നത്തിൽ എന്നെ ഒരാൾ കുത്തി, ഞാൻ ഇവിടെ തറയിൽ വീണ് കിടക്കുക, ഉണർന്നെഴുന്നിട്ട് അയാൾ ആശുപത്രി പോവൂ? അത് സ്വപ്നമായിരുന്നു, അത് യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് ഈ ജാഗ്രതയിൽ നടക്കുന്ന കാര്യങ്ങളും. നമ്മളിതെല്ലാം ഒരു ഭ്രമമായോണ്ട് ഈ ഭ്രമത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് തന്നെ. അപ്പം എന്നെ കുത്തി, ഒരാൾ എന്നെ വന്ന് കുത്തി, ഞാനിങ്ങനെ രക്തമൊലിച്ചു പോകുന്നു, ഇത് ഭ്രമമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കും. ഇത് നമ്മൾ വേറൊരു അവസ്ഥയിലോട്ട് പോയാൽ, മനസ്സിന്റെ വേറെ തലത്തിലോട്ട് പോയാൽ, ഈ ജാഗ്രത നടക്കുന്ന കാര്യങ്ങളും സ്വപ്നം പോലെ വ്യർത്ഥങ്ങളാ. നമുക്ക് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല. കാരണം എന്താ? ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ബുദ്ധിയാണെന്ന് ഇരിക്കുന്നിടത്തോളം കാലം ഇത് സത്യമാണ്. ഞാൻ ഉറക്കത്തിൽ ഞാനിങ്ങനെ സ്വപ്നം കാണുമ്പോൾ ആ കാണുന്നോണ്ടിരിക്കുന്ന സമയം എനിക്കത് യാഥാർത്ഥ്യമാണ്. അയ്യോ, അത് ഞാൻ സ്വപ്നം കാണുവാണെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുമോ? സ്വപ്നം ഒരാൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്വപ്നം കാണുന്നു. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കാണുന്നതെല്ലാം സ്വപ്നമാണെന്ന് പറഞ്ഞിട്ടാണോ സ്വപ്നം കാണുന്നേ? ഞാനത് ശരിക്കും അനുഭവിക്കുക. ചില നിരാശ, ചില ദുഃഖങ്ങൾ, ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ഭയം, ഇതെല്ലാം ഞാൻ ശരിക്കും അനുഭവിക്കുന്നു. ആ സമയത്ത് എനിക്കത് സത്യമാണ്. പക്ഷെ ആ സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ മൈൻഡ് ഞാൻ ജാഗ്രത അവസ്ഥയിലോട്ട് വന്നാലോ, ഓ അത് വെറും സ്വപ്നമായിരുന്നു. ഇതാണ്. അപ്പോൾ നമുക്ക് ആ ജാഗ്രതയിലോട്ട് വരുമ്പോൾ സ്വപ്നമെല്ലാം യാഥാർത്ഥ്യമല്ലായിരുന്നു, അത് മിഥ്യയായിരുന്നു, എൻ്റെ ഒരു തോന്നലായിരുന്നു. ഇല്ലയോ? എൻ്റെ ഒരു തോന്നലാണ്. ഇതുപോലാണ് ഞാൻ ഈ ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ദുരിതാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും സുഖാനുഭവങ്ങളും ഞാൻ ഈ മനസ്സിനെ സാധന വഴി പരിശീലനം ചെയ്ത് സമബുദ്ധിയിലോട്ട് പോയാൽ, ചിത്തശുദ്ധി വരുത്തിയാൽ, എനിക്ക് ഈ ദുരിതാനുഭവങ്ങളൊന്നും എനിക്ക് ദുരിതമായി ഭവിക്കത്തില്ല. ഞാൻ എല്ലാത്തിനും സാക്ഷിഭാവത്തിൽ നിന്ന് ഇവിടെ നടക്കും ഇത്, പക്ഷേ എൻ്റെ മനസ്സ് എന്നെ അത് അഫക്റ്റ് ആക്കത്തില്ല. ഇപ്പൊ നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാട്, പുള്ളി ആദ്യകാലത്ത് ശരിക്കും ഒരു അധാർമികമായിട്ട് നടന്നതാ. അപ്പം പുള്ളി പലതും ഇങ്ങനെ ബ്രാഹ്മണനായിട്ട് ജനിച്ചെങ്കിലും ശരിക്കും ബ്രാഹ്മണന്റെ ചര്യകളൊന്നും നിഷ്ഠ നടത്താതെ ഇങ്ങനെ ജീവിച്ച അവസാനം വന്ന് ഈ വാതരോഗം പിടിപെടുമ്പോഴാണ് ഗുരുവായൂരുന്ന ആ വാതരോഗം പിടിപെടുമ്പം
ഈശ്വരനിലോട്ട് വരികയാണ് മനസ്സ്. മനസ്സ് ഈശ്വരനിലോട്ട് പറഞ്ഞ ആ മനസ്സ് ഈശ്വരൻ ഉറയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ചിത്തശുദ്ധി വരുമ്പോഴാണ് ഈ വാതരോഗം പോയെന്നാ പറഞ്ഞു. വാതരോഗം പോയത് മനസ്സ് ഈ വാതരോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുമായിരുന്നു. അതിൽ നിന്ന് മാറി, ആ ദുരിതത്തിൽ നിന്ന് മാറി. പിന്നെ ആ ശരീരത്തിൽ ഇരുന്ന മനസ്സിനെ ഈശ്വരനിലോട്ട്, കൃഷ്ണനിലോട്ട് മനസ്സുറപ്പിച്ചപ്പോഴാണ് ആ ഒരു അതിനകത്ത് നിന്ന് സ്വാതന്ത്ര്യം വെച്ചാൽ അതിൽ നിന്ന് മുക്തി നേടുന്നത്. അങ്ങനെ നമ്മുടെ ഈ ശരീര സംബന്ധികളെല്ലാം, നമ്മുടെ ദുരിതാനുഭവങ്ങളെല്ലാം നമ്മൾ കർമ്മഫലം കൊണ്ടുണ്ടാവുന്ന എൻ്റെ ഞാൻ ആ കർമ്മഫലത്തിനെ എനിക്ക് സാധന വഴി അത് പ്രസാദ ബുദ്ധിയിൽ എനിക്ക് അനുഭവിച്ച് ചിത്തശുദ്ധി വരുത്താൻ ഞാൻ അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവും. ആ സ്റ്റേറ്റാണ് തുരിയാവസ്ഥ. അത് അയാൾക്ക് ആ തുരിയാവസ്ഥയിലോട്ട് വരുമ്പോഴേ ഈ ജാഗ്രത നടന്നു ഇതെല്ലാം ഒരു സ്വപ്നം പോലെ, എന്ന് വെച്ചാൽ ഇതെല്ലാം കാര്യമില്ലാത്ത മിഥ്യയാണിത്. സ്വപ്നത്തിലെ അനുഭവങ്ങൾ എങ്ങനെ എനിക്ക് ഉണർന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ എനിക്ക് അനുഭവപ്പെടുന്നേ, അതേ എഫക്റ്റിലായിരിക്കും ഈ ജാഗ്രത നടന്ന കാര്യങ്ങൾ ഞാൻ വീക്ഷിക്കുന്നത്. ഞാനുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ ഇത് നടക്കുന്നു. സ്വപ്നത്തിൽ ഞാൻ കണ്ട അനുഭവങ്ങൾ നമ്മൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കും, പക്ഷെ വല്ല എഫക്റ്റ് ഉണ്ടോ എന്ന് പറയുന്ന പോലെ ജാഗ്രതയിലെ ഇപ്പം നമ്മൾ ഇതിനകത്ത് മുഴുകിയിരിക്കുന്നുണ്ട്, അതിൽ മുങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്കതെല്ലാം സത്യമായി തോന്നുന്നു, ഭ്രമമാണിത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു അവസ്ഥ. അപ്പം നമ്മൾ ഈ സ്വപ്നം കാണും. ഇപ്പം ഇതുപോലാണ് ജീവിതവും. ഇപ്പം ആ രീതി നോക്കിയാൽ നിനക്ക് ദുഃഖിക്കണ്ടല്ലോ. ഇപ്പം ഉള്ള ജനിച്ചവരെല്ലാം മരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നു, പക്ഷെ ഒരു ദിവസം ഇവിടുന്ന് പോയേ പറ്റൂ. പല രീതി നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ലെന്ന് കൃഷ്ണൻ സ്ഥാപിച്ചുകൊണ്ടിരുക. ജനനമരണ പ്രവാഹരൂപമായ ഈ സംസാരത്തിന് ആധാരമായി നിത്യസത്യമായ ഒരു പരമ്പൊരുൾ നിലകൊള്ളുന്നുവെങ്കിൽ ഇത്രയൊക്കെ വിവരിച്ചിട്ടും എന്തുകൊണ്ടാണ് അതിനെ അറിയാൻ കഴിയാത്തത്? അത്യന്തം നിഗൂഢവും ദുർവിജ്ഞേയവുമാണ് ആത്മതത്വം എന്നതിനാൽ ഇക്കാര്യത്തിൽ അർജുനെ കുറ്റപ്പെടുത്തിക്കൂടാ. എത്ര കേട്ടാലും ആത്മതത്വം സാക്ഷാത്കരിക്കുക എളുപ്പമല്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. അതാ പറഞ്ഞത്, നമ്മൾ ഈ അറിവിലാണ് ഇതെല്ലാം ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരമാത്മ ചൈതന്യത്തിനെ കുറിച്ചും നമ്മൾ നമ്മുടെ അറിവിൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഈ അറിവിനെ നമ്മൾ പതുക്കെ പതുക്കെ അനുഭവത്തിലോട്ടാക്കും. ഈ അനുഭവത്തിലോട്ട് വരുമ്പോൾ ഇതിലോട്ട് വരുന്ന ടോട്ടലായിട്ട് ആയിട്ടില്ല, ആത്മസാക്ഷാരം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആയിട്ടില്ല. പക്ഷെ അതിലോട്ട് വരുന്ന ഒരാളുടെ അനുഭവമാണ് വെച്ചാൽ ഈ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യം ആശ്ചര്യവചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്. ചിലർ ആത്മാവിനെ ആശ്ചര്യമെന്ന പോലെ കാണുന്നു. അപ്രകാരം തന്നെ അന്യർ, മറ്റു ചിലർ ആശ്ചര്യമെന്ന പോലെ പറയുകയും ചെയ്യുന്നു. വേറെ ചിലർ ആത്മാവിനെക്കുറിച്ച് ആശ്ചര്യമെന്ന പോലെ കേൾക്കുകയും ചെയ്യുന്നു. കേട്ടിട്ടും ഒരാളും അറിയുന്നില്ല തന്നെ. അതാ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നു, കാണുന്നു, പറയുന്നു. ഓരോന്നിനെക്കുറിച്ച് അതിൻ്റെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയത്തില്ലയോ. നമ്മൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ സാധനാ മാർഗങ്ങളിൽ കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞില്ലയോ, ഒരു തണുപ്പ് കാലത്ത് ഒരു തീക്കുണ്ടം കൂട്ടുമ്പോൾ നമ്മൾ തണുത്ത് വിറങ്ങിച്ച് വരുമോ അവരടുത്തോട്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഒരു തീക്കുണ്ടം കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനടുത്തോട്ട് വരുമ്പോഴേ ആ തീയുടെ ചൂട് നമുക്ക് ദൂരെ നിന്ന് വരുമ്പോൾ അടുത്തടുത്ത് പോയിട്ട് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്തോറും, ധ്യാനങ്ങളും ഇതൊക്കെ നമ്മൾ ഈ സത്യങ്ങളെയൊക്കെ മനനം ചെയ്യും, ധ്യാനം ചെയ്ത് നമ്മൾ ഇതിലോട്ട് അടുക്കും തോറും നമുക്കിതിൻ്റെ ഈ അനുഭവം നമുക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ഓരോരുത്തർക്കും സിദ്ധികൾ വരുന്നേ. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ ആ മെന്റൽ സ്റ്റേജായി പറഞ്ഞ, പക്ഷെ അവർ പൂർണ്ണമായി ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അറിഞ്ഞു തുടങ്ങുന്ന എല്ലാവർക്കും ആശ്ചര്യം പോലാണ് നമുക്ക്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തിവിശേഷമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥാവിശേഷമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്ചര്യമാണ്. ആശ്ചര്യം എന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് വായിക്കാം. പരമ്പൊരുളായ ആത്മാവ് അനന്തമാണ്, ജ്ഞാനവും ആനന്ദവുമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്നൊക്കെ തത്വദർശികളും ശ്രുതികൾ ചില ഉപനിഷത്തുകൾ, ശ്രുതികളും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. നാം പരിച്ഛിന്നരാണ്, അജ്ഞരും ദുഃഖികളുമാണ്. അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപവും ഇപ്പോഴത്തെ അനുഭവവും വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്. ഇതാണ് നമ്മുടെ
നമ്മൾ ഈ പറയും ഇതൊക്കെ പറയാൻ എളുപ്പം, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഇല്ല. പക്ഷെ എന്തോ നമ്മൾ പറയുക, നമ്മൾ അതിനോട്ട് ചിന്തിച്ചു പോയി സത്യമായിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ അനുഭവം, ഓർഡിനറി അനുഭവം എന്തുവാ? പരസ്പര വിരുദ്ധമാണ് ഈ പറയുന്നത്. ഞാൻ ശരീരമാണ്, ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, ഈ രീതിയിലൊക്കെ നമ്മുടെ ഒരു അടിയുറച്ച ഒരു അനുഭവമാണ് ഇതൊക്കെ. അപ്പോ ഇതൊക്കെ പരസ്പര വിരുദ്ധങ്ങളാണ്. ആ രീതിയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ അനുഭവം നമുക്ക് ഇങ്ങനെ, അതായത് സത്യമല്ലേ? ആത്മദർശനത്തിന് ശ്രമിക്കുന്ന സാധകരായ നമ്മൾ അജ്ഞത മൂലം കരുതുന്നത് അകലെ അങ്ങ് എവിടെയോ നിലകൊള്ളുന്ന ഒന്നാണ് ആത്മാവ്, കുറെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതിനെ കണ്ടെത്താം എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ആത്മാവ് നമ്മുടെ സ്വരൂപം, നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ് ഈ ആത്മാവ് തന്നെ ആകയാൽ ഒരിക്കലും നാം അതിൽ നിന്ന് അകലെയല്ല. ഇപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്നത്? പരമാത്മ ചൈതന്യം അതുമായിട്ട് അലൈനാവണം. ഇനി എത്രയോ എന്തെല്ലാം അത് ഭയങ്കര വളരെ ദൂരമാണെന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഒന്നും അങ്ങനെ 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 ദൂരമാണെന്നുള്ള വിചാരിച്ചില്ലെങ്കിലും നമ്മുടെ നമ്മൾ എത്രയോ ഞാൻ വളരെ പരിമിതനാണ്, ലിമിറ്റഡ് ആണ് ഞാൻ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ട്. അതിൽ നിന്ന് സ്വരൂപം തന്നെയായാലും ഒരിക്കലും നാം അതിൽ നിന്ന് അകലെയല്ല. സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രതാവസ്ഥയിലേക്കുള്ള ദൂരമത്രേ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക്. സ്വപ്നാവസ്ഥ, നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നാവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അത് വെറും സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമല്ലായിരുന്നു. നമ്മൾ ഈ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലോട്ട് വന്ന് അത്രയും സമയമേ വേണ്ടൂ നമ്മൾ ഈ യാഥാർത്ഥ്യം, ആത്മാവിലോട്ട് ചേരാൻ. പക്ഷെ നമുക്ക് ഒത്തിരി ദൂരം ഉണ്ടോന്ന് തോന്നുക. നമുക്ക് സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രതാവസ്ഥയിലേക്കുള്ള അത്ര ദൂരമേ ഉള്ളൂ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക്. സ്വപ്നാഭിമാനിക്കും ജാഗ്രതാഭിമാനിക്കും ഇടയ്ക്ക് എത്ര ദൂരമുണ്ടോ അത്ര ദൂരമുണ്ട് ബന്ധനും മുക്തനും. നമ്മളൊരു ബന്ധനാവസ്ഥയിലായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയും മുക്താവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് മാറുന്നതിനും ഈ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലൂടെ വരുന്ന അത്രയും സമയമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മൾ എത്രയോ അങ്ങ് താഴെ നിൽക്കും. നമ്മൾ ഇതുമായിട്ടൊന്നും ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഒരു തോന്നലാത്. ഈ തോന്നൽ വെച്ചിട്ട് നമ്മളോ പ്രയത്നത്തിന് ഇനി നമുക്ക് പ്രയത്നം ചെയ്യാൻ തോന്നത്തില്ല, അതിന് എഫക്റ്റ് വരുന്നില്ല. കാരണം എന്തോ, ഇനി എത്രയോ പോണം, ഇനി എത്രയോ ഞാൻ ഉയരേണ്ടിയിരിക്കുന്നു, എൻ്റെ മനസ്സിന്റെ ഈ ഒരു ധാരണ. പക്ഷെ അതിന്റെ യഥാർത്ഥം എന്തുവാ? അതാവുമ്പോൾ നമ്മുടെ ഈ പ്രയത്നം എത്ര ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി, നമ്മൾ നേരത്തെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോരുത്തരും എത്ര ത്യാഗങ്ങളാ സഹിക്കുന്നില്ലയോ? നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയും നമ്മൾ പറഞ്ഞാൽ തീർക്കാനൊക്കാത്ത ഓരോരുത്തർക്കും അനുഭവങ്ങളുണ്ട്. എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നൊക്കെ ഓരോരുത്തർക്കും പറയാൻ പറ്റും. ഓരോരുത്തർക്കും അതിൻ്റെ കഥകളും അനുഭവങ്ങളും ഉണ്ട്. എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിച്ച മാതാപിതാക്കൾ കുട്ടികളെ ആ രീതിയിലോട്ട് കൊണ്ടുവരുന്നേ. അപ്പം പക്ഷേ നമ്മൾ ഇതൊക്കെ വായിക്കുന്നത്, നമ്മൾ ആ ത്യാഗം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? നമ്മൾ എങ്ങനെയായിരുന്നു ഭൗതികത്തിൽ, എങ്ങനെ ഒരു ത്യാഗ മനോഭാവം ഓരോ ആഗ്രഹത്തിനും നിറവേറ്റുന്നതിന്റെ പുറകിൽ നമ്മൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ആ ത്യാഗ മനോഭാവം വരുന്നുണ്ടോ? അതാ പറയും, നമ്മളിത് അറിയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ത്യാഗ മനോഭാവം ഇല്ല. നമ്മൾ ചെയ്യുന്നു, പക്ഷെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി എടുക്കുന്ന ആ ഒരു ആർജവത്വം, നമ്മൾ പറയത്തില്ലയോ, ഓരോരുത്തർ ആക്രാന്തം കാണിക്കാതടാന്ന് പറയത്തില്ലയോ? എന്തെങ്കിലുമൊക്കെ കിട്ടാൻ അവൻ എന്തൊരു ആക്രാന്തം. ഈ ആക്രാന്തം എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റേറ്റുണ്ടല്ലോ, അത്രയ്ക്കൊരു അതിനെ ആർജവത്വം എന്ന് പറയുന്നത്. ശരിക്കും ലാംഗ്വേജിൽ ആർജവത്വം. ആ ആർജവത്വം ഉണ്ടാവണം. നമ്മൾ ഇതിലോട്ട് ലയിക്കണം എന്നുള്ള എൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് മാറണം. പതുക്കെ മാറാം, നമുക്ക് ശ്രമിക്കുമല്ലയോ? നമ്മൾ ഇങ്ങനെയൊക്കെയാ നമ്മൾ ചെയ്യാം. നമുക്ക് പല പ്രയോറിറ്റിയാ. ഞാൻ ഈ പറഞ്ഞത് സാധാരണക്കാരുടെ യങ്സ്റ്റേഴ്സിന്റെ അല്ല, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നവരുടെ കാര്യമല്ല, ഈ 50 കഴിഞ്ഞവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളിതെല്ലാം പലരും ചെയ്യാം. നമുക്കെല്ലാം പ്രയോറിറ്റി നമ്മുടെ ഭൗതികത്തിൽ ഇരിക്കുന്നതാണ്. ഇതിന് പ്രയോറിറ്റി ഇല്ല, നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. ഇപ്പൊ പതുക്കെ ചെറിയൊരു ലാഞ്ചന വന്നതേ ഉള്ളൂ. പഠിക്കാം, ഗീത പഠിക്കാം. നമ്മൾ അങ്ങനെയല്ല. ഇതിലോട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയവര് അതിന്റെ ഒരു മഹത്വം അറിയുന്നില്ല. നമ്മൾക്ക് അതിന് പറയും, നമുക്ക് കിട്ടിയ ഈ അവസരങ്ങളുടെ
ഇമ്പോർട്ടൻസ്. നമ്മൾ വിചാരിക്കുന്ന ദുരിതാവസ്ഥ, ഈ ദുരിതാവസ്ഥ എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. നമ്മൾ വിചാരിക്കും ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കത്തില്ല, മറ്റുള്ളവർ നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് ഉയരത്തില്ല, പ്രവർത്തിക്കത്തില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ അഡ്വേഴ്സിറ്റി പോലെ നമ്മൾ കാണും. പക്ഷെ ഇതൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി? ഈ ലോകത്തിനെ ഞാൻ വിട്ടേ പറ്റൂ. അതൊരു പരമമായ സത്യമാണ്. നമ്മൾ ഇതുവരെ ലോകത്തിലോട്ട് ഇങ്ങനെ ഇരുന്നതാ. ഒരു വിഡ്രോവൽ ആവശ്യമാണ്. ഈ ലോകത്തിലോട്ട് പറ്റിപ്പിടിച്ചിരുന്നാൽ എനിക്ക് ജന്മങ്ങളെ കൂട്ടാം. എനിക്ക് ഈശ്വരനോട്ട് ലയിക്കണമെന്നുണ്ടെങ്കിലോ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഞാൻ എന്താ ചെയ്തേ? എൻ്റെ സ്വധർമ്മം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ആഗ്രഹ നിവൃത്തിയായിരുന്നു. ഞാൻ എന്തൊക്കെയോ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാണ് ജന്മം എടുത്തത്. അത് ചെയ്യേണ്ട പീരീഡ് ആയിരുന്നു ഗൃഹസ്ഥാശ്രമം. ഇപ്പോൾ നമ്മൾ ആ ഗൃഹസ്ഥാശ്രമത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തു. പക്ഷേ എനിക്ക് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കരുത്. എൻ്റെ ജീവിത ലക്ഷ്യം, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെക്കോ. എൻ്റെ ജീവിത ലക്ഷ്യം അതല്ല. ഈ ആഗ്രഹ നിവൃത്തിയിൽ കൂടി ഞാൻ ചെല്ലേണ്ടത് ഞാൻ ഈശ്വരനിലോട്ടാ. ഇത് നമ്മൾ അറിയുന്നപ്പോഴേ, ഈ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത യാത്രയുടെ ഈ ഇമ്പോർട്ടൻസിന് അറിഞ്ഞ ആ ഒരു ആർജവത്വം കാണിക്കണം, ഒരു ആക്രാന്തം കാണിക്കണം. എങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹ സാഫല്യത്തിൽ ഞാൻ എടുത്ത ആ ഒരു മനസ്സിന്റെ എഫക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ഒരാഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തും വേണ്ടി ത്യാഗം ചെയ്തു, അതേ ത്യാഗം ഇവിടെ ചെയ്യണം. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. നമ്മൾ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നോ നമ്മൾ അതിനെ ഒന്നും വിട്ടു പോകേണ്ട കാര്യമില്ല. നമ്മൾക്കിപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം ഏത് സാഹചര്യമോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ഈ ചെയ്യേണ്ട പ്രയത്നമാണത്. ആ മനസ്സുകൊണ്ട് ചെയ്യേണ്ട ത്യാഗമാണ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ മനസ്സിനെ ഈശ്വരനിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നിരന്തര മനനവും ഇതൊക്കെ ആർക്കും ഒന്നും അറിയത്തില്ല. ആരും ഇതിനകത്ത് ഈ ഫ്രീഡത്തിൽ കൈയടത്തത്തില്ല. പക്ഷേ ഞാൻ ആ ത്യാഗം കാണിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ആ ത്യാഗം കാണിക്കുന്നില്ല. ആ ത്യാഗത്തിൽ കൂടെ എനിക്ക് ഈശ്വരനിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ പ്രയത്നം. അല്ലാതെ പതുക്കെ ഇതൊക്കെ നടന്നോളും, പതുക്കെ നടക്കും, നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഫ്യൂച്ചറിൽ നടന്നോളും എന്നൊരു ആശ്വസിച്ചിരിക്കുക. ആ ആശ്വാസം അല്ല വേണ്ടത്. നമ്മൾ ഈ അടുത്ത ഫേസിലോട്ട് വന്നത് അതിനെക്കാട്ടിൽ എനിക്ക് ഈശ്വരനോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നാലും നോക്കി ഒരു അമ്പലത്തിലോട്ടോ എവിടെയെങ്കിലും ഒരു പുണ്യ ക്ഷേത്രത്തിലോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയാ നമ്മൾ ചുമ്മാ ക്യാഷ്വലായിട്ട് കയറി ചെല്ലുവാന്നോ? നമ്മൾ കുറച്ച് പരിശുദ്ധമായി അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ ഇല്ലേ? നമ്മൾ ക്യാഷ്വലായിട്ടും പോവാണോ? അത് ഒരു പരിപാവനത്വം കീപ്പ് ചെയ്തിട്ടല്ലയോ ഒരു അമ്പലത്തിൽ പോലും പോകുന്നേ. അപ്പം ഈശ്വരനിലോട്ട് പോകണമെന്നുണ്ടെങ്കിലോ അപ്പോൾ ഞാൻ എന്തും വേണ്ടി ജാഗ്രതയായിരിക്കണം, എത്ര ശുദ്ധമായിരിക്കണം ഞാനില്ലേ? ആ ഒരു പരിശുദ്ധി എവിടെ വരേണ്ടത്? ശരീരത്തിനാണോ? എൻ്റെ മനസ്സിനാണ്. വാസനയാണ് എൻ്റെ മാലിന്യങ്ങൾ. ഈ മാലിന്യം വെച്ചാൽ എന്തുവാ? എൻ്റെ ശീലങ്ങളാ. ഞാൻ എൻ്റെ ശീലങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ എങ്ങനെ നമ്മുടെ ശീലങ്ങളെ മാറ്റാറുണ്ടോ? ഇത്രയൊക്കെ വന്നു, ഇനി ഇതെന്ത് വന്ന് ശീലം മാറ്റാൻ? ഇതാണ് നമ്മുടെ ചിന്താഗതി. നമ്മുടെ ശീലത്തിൽ നിന്ന് മാറിയേ പറ്റൂ. അത് എത്ര നല്ലതായാലും നമ്മുടെ ശീലങ്ങളെ ഈ ശീലമാക്കണം. ഇതുവരെ നമുക്ക് ഈ ഒരു ത്യാഗ മനോഭാവം ഉണ്ടോ? ഈശ്വരനോട്ട് ലയിക്കാനുള്ള ഈ ഒരു ത്യാഗ മനോഭാവം അത് ശീലമാക്കണം എൻ്റെ. അതാ നിരന്തര മനനം. നമ്മൾ ഈ നിരന്തര മനനം എന്ന് പറഞ്ഞാലും നിരന്തര മനനം വരുന്നില്ല. കാരണം എന്താ? എനിക്ക് പലതിലോട്ടും അറ്റാച്ച്ഡാണ്. ഞാൻ ബന്ധിച്ച് കിടക്കുക. ഈ സത്യത്തിലൂടെ ഈ സത്യത്തെ കൊണ്ട് നിരന്തരം ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഉറപ്പ് വരുന്നത്. ഞാൻ മറ്റേനെ വിട്ടുകളയാൻ എനിക്ക് ഒക്കത്തില്ല. വിട്ടുകളഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് വരാം, അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാ. ഇതിൽ ഉറക്കും തോറും ഇപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. ഒരു അഴുക്ക് ചാല്, നമ്മുടെ മനസ്സിപ്പോൾ അഴുക്ക് അഴുക്കാലെന്ന് വെച്ചാൽ എന്തുവാ? വാസനകളാ. അതിഷ്ടമാണ്, ഇതിഷ്ടമാണ്, എനിക്കിത് ഇഷ്ടമല്ല. ഈ വാസനാ മാലിന്യം ഒരു ചാല, നമ്മുടെ മനസ്സ് അഴുക്ക് ചാല. ആദ്യം നമ്മളൊക്കെ ആയിരിക്കും എൻ്റെ ഈ ശീലങ്ങളൊക്കെ ഞാൻ നോൺ വെജ് വിടും, ഞാൻ ഇനി ഡെയിലി ഇരുന്ന് ധ്യാനിക്കും, ഞാൻ വളരെ ഇങ്ങനെയുള്ള വലിയ സാധനങ്ങളെയൊക്കെ മാത്രം ഞാൻ ഇനിയും മറ്റൊന്നും ചെയ്തില്ല. അത് നമ്മൾ പർപ്പസായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ഞാൻ ഇത് കഴിക്കത്തില്ല, അത് കഴിക്കും. നമ്മൾ ചിലത് നിഷ്ഠകളൊക്കെ വയ്ക്കും ഫോഴ്സ്ഫുള്ളായിട്ട്. ഇതെല്ലാം ഞാൻ നേരെയാവട്ടെ, ഞാൻ എല്ലാം ഒന്ന് ആദ്യം പ്യൂരിഫൈ ചെയ്യാൻ പോവാ, എന്നിട്ട് ഞാൻ ഈശ്വരനെ അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിക്കും. അത് വളരെ ഫൂളിഷ്നെസ്സാണ്. അതെങ്ങനെയാ? ഒരു അഴുക്ക് ചാലിലെ ഈ അഴുക്ക് കളയുന്നത് എങ്ങനെയാ? ആദ്യം അതെല്ലാം ക്ലീൻ ചെയ്ത് കളയുക. മൊത്തം അഴുക്കിനെയും ക്ലീൻ ചെയ്തിട്ട് നല്ല വെള്ളം കടത്തി വിടാമെന്ന് യൂഷ്വലായിട്ട് നമ്മൾ വിചാരിക്കും. ആ അഴുക്കെല്ലാം അവിടെ എല്ലാം ഭയങ്കര പ്രയത്നമാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ആ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നല്ല വെള്ളത്തിനെ ഒഴുക്കി വിടുക. നല്ല വെള്ളത്തിൽ ഒഴുക്കി വരുമ്പോൾ ആ അഴുക്ക് വെള്ളമെല്ലാം താനെ പൊയ്ക്കോളും. നമ്മൾ ഈ പ്രയത്നം ചെയ്യുന്നതിന് പകരം, എൻ്റെ ദുശീലങ്ങളെ മാറ്റാനുള്ള എഫർട്ടിൽ എടുക്കുന്നതിന് പകരം ഈ സത്യങ്ങളിലൂടെ മനസ്സിനെ നിരന്തരം ചെയ്ത് ഉറപ്പിക്കുന്നിടത്തോളം ആ ഒരു പ്രോസസ് സ്ട്രോങ്, അത്ര ത്യാഗത്തോട് ചെയ്യുമ്പോഴേ
നമ്മളിലുള്ള ഈ ശീലങ്ങളും ഇതെല്ലാം നമ്മൾ മാറും പതുക്കെ. നമ്മൾ അറിയുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും. അത് യാതൊരു സംശയവും വേണ്ട തന്നെ. നമ്മൾ നമ്മുടെ എല്ലാം ശീലങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതിന് പകരം ഈ നിരന്തര സത്യത്തിലോട്ട് മനനം ചെയ്ത് മനസ്സുറയ്ക്കും തോറും ഈ സത്യങ്ങളെ ഞാൻ മനനം ചെയ്ത് എന്നിൽ ഉറയ്ക്കണം. നമ്മൾ ചുമ്മാതെ അറിവിലിരുന്നാൽ പോരാ. ഡെയിലി ഗീത വായിച്ചതിന് അർത്ഥം എനിക്കറിയാം, ആ അർത്ഥം കൊണ്ടല്ല കാര്യം. എനിക്ക് കൺവിക്ഷൻ വരണം. ഇതാണ് എൻ്റെ അനുഭവം. പതുക്കെ പതുക്കെ ഈ നിരന്തരം ചിന്തിക്കുന്നിടത്തോളം ഞാൻ അതിലോട്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ അനുഭവം ആവണം. അപ്പോൾ വെച്ചാൽ പക്ഷെ നിരന്തരം ചിന്തിക്കണം. ആ പരിശീലനമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ആ പരിശീലനം നമ്മൾ അതിവിടെ കോംപ്രമൈസ് ചെയ്യും. അപ്പം അതൊക്കെ ചെയ്യാം, ഇപ്പം ഇത് ചെയ്യട്ടെ, നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. അതേസമയത്ത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്തും വേണ്ടി ത്യാഗം നമ്മൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ത്യാഗ മനോഭാവം ഇവിടെ കാണത്തില്ല. അപ്പം ഇതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ഇതിനെ വളരെ ആ ത്യാഗ മനോഭാവത്തോട് ഇതിനെ ഉറച്ചാൽ നമ്മളിലുള്ള വാസനകൾ, ശീലങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളിൽ നിന്ന് അറിയാതെ മാറുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതെൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം കാലം എനിക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നെല്ലാം ഞാനായിട്ട് നിർത്താതെ ആ ഇഷ്ടങ്ങളെല്ലാം എനിക്ക് ആ ഇഷ്ടമല്ലാതായി കഴിഞ്ഞു. എൻ്റെ ശീലത്തിൽ നിന്ന് മാറിപ്പോയി. അത് എൻ്റെ ഒരു അനുഭവമാണ്. അതാ നമ്മൾ ഇതിലോട്ട് അടുക്കുന്നതോറും നമുക്കും ആ ചൂട് അനുഭവപ്പെടും. ആ സത്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലോട്ടും അനുഭവം വരും നമുക്ക്. അതൊരു പരമാർത്ഥമാണ്. അങ്ങനെയല്ലേ നമ്മുടെ ഓരോ അനുഭവത്തിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നേ. അല്ലാതെ ബുക്കിൽ എഴുതി വെച്ചത് നമ്മൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ ബുക്കിൽ എഴുതി വെച്ച് പഠിച്ചത് നമ്മുടെയൊക്കെ സ്വഭാവത്തിലാക്കാൻ പറ്റൂ? ഇതുവരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു ഭൗതികത്തിൽ, അതെന്തെങ്കിലും എൻ്റെ സ്വഭാവത്തിലോട്ടാവുമോ? പക്ഷെ ഈ ഗീത പഠിക്കും തോറും, ഇതിനെ ഉൾക്കൊള്ളും തോറും എൻ്റെ ശീലങ്ങളിൽ മാറ്റം വരും. അതാ എത്രത്തോളം നമ്മൾ ആ തീവ്രത കാണിക്കുന്നോ അത്രത്തോളം എനിക്ക് മാറാൻ പറ്റും. അതാ ഈ ഒരു മനസ്സിന്റെ ഈ ഒരു ത്യാഗ മനോഭാവം ഇതിലോട്ട് വരണം. അപ്പോഴാണ് അങ്ങനെയുള്ളവരുടെ കാര്യം പറയുക. വരുന്നവരുടെ ഓരോരുത്തരും കാണുന്ന ആശ്ചര്യമായിട്ടാണ് കേൾക്കുന്നു. എന്നാൽ പോലും നമ്മൾ ഇടയ്ക്ക് വിടും ഇത്. അതാ പറഞ്ഞേ, നമ്മൾ പൊതുവെയുള്ള കാര്യം പറഞ്ഞു. ഇതിനകത്തിൽ എല്ലാവരും ഇതിലോട്ട് അടുത്ത് വരും. പക്ഷേ തിരിച്ചു ഈ ഇന്ദ്രിയ അത് അടുത്ത ശ്ലോകത്തിൽ വരും. നമ്മുടെ ഇതെല്ലാം തിരിച്ചു അതാ ഈ ആത്മീയ യാത്രയെന്ന് പറഞ്ഞ ഷാർപ്പായിട്ടുള്ള ഒരു നൈഫിന്റെ മേലിൽ കൂടെയുള്ള യാത്ര പോലാണ് പറയുന്നത്. അത്രയ്ക്ക് ശ്രമകരമാണ്. എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ എത്രത്തോളം കൊണ്ടുവരുന്നോ നമ്മൾ അതിനോട് എടുക്കും തോറും നമുക്ക് ഈ ഈഗോ എന്നുള്ളത് നമ്മളെ വഴിതെറ്റിക്കും. ഈ ഓരോ സിദ്ധികൾ വരുംതോറും നമ്മൾ ഈ സിദ്ധികളിൽ നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങും. പണം വരുമ്പോൾ അഹങ്കരിക്കുന്ന പോലെ ഈ ആത്മീയ പാതയിലോട്ടും വന്ന് ഓരോ സിദ്ധികൾ, ഓരോ കഴിവുകൾ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഈ ഞാനെന്ന ഭാവം പോകും. എനിക്ക് ഈ സിദ്ധിയാണ്, ഞാൻ സിദ്ധനാണ്, അല്ലെങ്കിൽ ഈ മനോഭാവം, അഹംഭാവം പോകും. അങ്ങനെ നമ്മൾ വഴിതെറ്റി താഴെ വീഴും. സോ അതൊക്കെ അതാ പറയും. ഇതിലോട്ട് വരുന്നവരുടെ ഒരു മാനസിക അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ചിലര് ഇതിനെക്കുറിച്ച് ആശ്ചര്യമായിട്ട് സംസാരിക്കും, ആശ്ചര്യമായിട്ട് കാണും, കേൾക്കും, ഇതെല്ലാം. പക്ഷെ ആരും അറിയുന്നില്ല തന്നെ. അത്രയ്ക്ക് ഇതിന്റെ എന്തുവാ ഈസി അല്ല, അല്ലെങ്കിൽ സുലഭമായിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും അടുത്താണ്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആ ത്യാഗ മനോഭാവമാണ്. ഇല്ലാതെ ചെയ്യാം, കിട്ടും, ഒരു താളമല്ല ഇതിന് വേണ്ടത്. ജീവൻ ആത്മമഹിമയിലേക്ക് ഉണർന്നാൽ ജീവൻ ആത്മാവിന്റെ ആ ഒരു ലെവലോട്ട് ശിവൻ മഹിമ വിസ്മരിക്കുമ്പോൾ അത് ജീവൻ. അതാ പരമാത്മ ചൈതന്യം ഈ ജീവഭാവത്തിൽ എന്തുവാ, ഞാൻ ഈ പരിമിതനായ മനുഷ്യനാണ്, എന്തുകൊണ്ട് എൻ്റെ വാസന കാരണം. ഇതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാലോ ശിവമാവും, മംഗളസ്വരൂപൻ. അതാണ് പരമാത്മ ചൈതന്യം. ശരീര മനോബുദ്ധികൾക്ക് അതീതമായി വർത്തിക്കുന്ന അത്യന്ത സൂക്ഷ്മമായ ആത്മാവിന്റെ അസ്തിത്വത്തെ സങ്കല്പിക്കാൻ തന്നെ സാധാരണ മനുഷ്യനാവുന്നില്ല. അതാ ശരീരവും മനസ്സും ബുദ്ധിക്കും അതീതമായി വർത്തിക്കുന്ന വളരെ സൂക്ഷ്മമാണ്, ബൃഹത്താണത്. സൂക്ഷ്മ ചെറുതെന്നുള്ളതല്ല, ബൃഹത്. അത്രയ്ക്ക് ആ വ്യാപ്തി അതിൻ്റെ അത്രയ്ക്ക് ബൃഹത്തായ, അത്രയ്ക്ക് സൂക്ഷ്മമായ ബൃഹത്തായ ആത്മാവിന്റെ അസ്തിത്വം, അതിൻ്റെ ആ ഉണ്മ സങ്കല്പിക്കാൻ നമുക്ക് സാധാരണക്കാർ മനുഷ്യനാവുന്നില്ല. നമ്മൾ ഈ പരമാത്മാവിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ? അതാ പറഞ്ഞ അതിനുവേണ്ടിയുള്ള എല്ലാം ചൂണ്ടുപലയുക. നമ്മൾ അതിനെ ആ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. ആവുന്നില്ല. ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിച്ച് മായാമോഹങ്ങളായിട്ട് സ്വസ്വരൂപമായ ആത്മാവിനെ, സ്വന്തം സ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ ആ അനന്താനുഭൂതിയിൽ സാധകൻ ആദ്യം അത്ഭുത സ്തംഭനായി പോവും. അതിനാൽ ആശ്ചര്യമെന്ന് അതിനെ അതാണ് നമ്മൾക്ക് ഇതിലോട്ട് വരുമ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ് എല്ലാവർക്കും.
ഈ ആശ്ചര്യത്തിൽ നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മളിലോട്ട് വരുന്നവരുടെ ഒരു സ്റ്റേറ്റ് പറയുക. അപ്പം ചില അങ്ങനെയുള്ള ഇങ്ങനെ, പക്ഷെ ആ സമയത്ത് എന്തുവാ, നമ്മൾ അതിനെ അറിഞ്ഞിട്ടില്ല, ആരും അറിയുന്നില്ല തന്നെ. അതിനെക്കുറിച്ച് പറയുന്നു, കേൾക്കുന്നു, കാണുന്നു, ഇതൊക്കെ, പക്ഷെ ആരും അറിയുന്നില്ല തന്നെ. അതാ പറയാ, അത്രയ്ക്ക് ശ്രമകരമാണെന്ന് അടുത്ത പാരാഗ്രാഫ് പറയുന്നു. ആശ്ചര്യ അനുഭവത്തിൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഒന്നും അറിയാത്ത, ഒരു സങ്കല്പവുമില്ലാത്ത, ഒരു ചിന്തയും ഉദിക്കാത്ത, സ്വയം മറന്ന ഒരവസ്ഥയാണല്ലോ അത്. ആശ്ചര്യ വികാരത്തിന് വിധേയനായ വ്യക്തി തൽക്കാലം മറ്റൊന്നും അറിയാതെ സ്തബ്ധനായി നിന്നു പോകുന്നു. വേണമെങ്കിൽ പരീക്ഷണാർത്ഥം ആരെയെങ്കിലും ഒന്ന് ആശ്ചര്യപ്പെടുത്തി നോക്കൂ. വാ പൊളിച്ച്, കണ്ണു തുറിച്ച്, ചുറ്റും സംഭവിക്കുന്നതും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ ഒരു പ്രതിമയെ പോലെ അയാൾ നിശ്ചലനായി നിൽക്കുന്നത് കാണാം. നാമരൂപ വൈവിധ്യമാർന്ന ജഗത്തിന്റെ പ്രതീതി നിശേഷം നീങ്ങിയ വിഷയ വികാര വിചാരാത്മകമായ അനുഭവമണ്ഡലം. വിഷയ വികാര വിചാരം ചെന്തുവാ, ശരീര മനസ്സ് ബുദ്ധിയുടെ ആ അനുഭവ മണ്ഡലവും കർത്തൃത്വ ബോധ, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള അഭിമാനവും അസ്തമിച്ച അഖണ്ഡൈക രസമായ ആത്മാനുഭൂതിയുടെ നിരതിശയമായ ആനന്ദ നിർവൃതിയെ ഏതാണ്ട് ഈ ആശ്ചര്യ അനുഭവത്തോട് ഉപമിക്കാം. ശരീരാദി ഉപാധികളിൽ അഭിമാനിക്കുക മൂലം വന്നുപെട്ട പരിമിതികളൊക്കെ നീങ്ങി ജീവൻ അപരിമേയനായ ശിവസ്വരൂപത്തിലേക്ക് ഉണരുമ്പോഴത്തെ അവസ്ഥ എന്തെന്ന് സാധാരണക്കാർക്ക് ഏതാണ്ടൊരു ബോധം വരെ ഉണ്ടാക്കാനാണ് അതിനെ ആശ്ചര്യം എന്ന് ഋഷിമാർ വിശേഷിപ്പിച്ചത്. ഈ വിശ്വരൂപ ദർശനത്തില് അർജുനന്റെ ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ അർജുൻ ഈ വിശ്വരൂപം കണ്ട് ഈ പരമാത്മത്തിന്റെ ആ ഒരു സ്വരൂപത്തിനെ ശ്രീകൃഷ്ണൻ ജ്ഞാനദൃഷ്ടിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്തബ്ധനായി ഇരിക്കുകയാണ്, ഒരു ആശ്ചര്യമാണ്. അയ്യോ കൃഷ്ണ, നമ്മൾ അത്രയ്ക്ക് ഒരു ആശ്ചര്യം എന്ന് വെച്ചാൽ ഒരു നോർമൽ സ്റ്റേജ് അല്ല. നമ്മൾ അതാ ആശ്ചര്യ, ഈ പാരഗ്രാഫ് അതിനെ വിഷയം എന്തോ ആശ്ചര്യത്തിന്റെ നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് നമ്മൾ ഒന്നും ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ മൈൻഡ്. ഇതുപോലാണ് ഇതിന്റെ ഒരു. അപ്പം പക്ഷെ ഇതിലോട്ട് ലയിക്കണം. നമ്മൾ ആശ്ചര്യം കണ്ട് നിന്നാൽ പോരാ. ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട്. നമ്മൾ ഈ സെന്റൻസിനെ മാറ്റി വായിക്കണം. ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട് എന്നാണ് ജ്ഞാനോദയത്തിലെ നിലയെങ്കിൽ, ഞാൻ ഈ ദേഹമാണ്, ഇതിനൊരു ആത്മാവുണ്ട് എന്നാണ് അജ്ഞാനദശയിലെ നില. ഇപ്പൊ നമ്മൾ അജ്ഞാനദശയിലിരിക്കുക. അജ്ഞാനദശയിലെ നില എന്തുവാ? ഞാൻ ദേഹമാണ്, ഇതിനൊരു ആത്മാവുണ്ട്. നമ്മളെല്ലാം പറയുന്നുണ്ട് ആത്മാവ്, ഞാൻ ആത്മാവ്. ആരാണ് ഞാൻ ചോദിച്ചത്? നമ്മൾ പറയും ആത്മാവാ, ഞാൻ ജീവാത്മാവാന്ന് പറയും. അപ്പൊ എനിക്കൊരു ശരീരമുണ്ട്, പക്ഷെ ഈ ശരീരത്തിൽ ഒരു ജീവാത്മാവുണ്ട്. ഇതാണ് നമ്മുടെ അജ്ഞാനദശയിലെ അറിവില്ലേ. ജ്ഞാനത്തിലോട്ട് വരുമ്പോഴോ, ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട് എന്നാണ് ജ്ഞാനോദയത്തിലെ നില. ആത്മാനുഭൂതി അത്യന്ത ദുർലഭമെന്ന് സൂചിപ്പിച്ചത് സാധകരെ നിരുത്സാഹപ്പെടുത്താനല്ല. അതാ ആത്മാനുഭൂതി, നമ്മൾ വേഗം ഇതൊന്നും ആർക്കും നടക്കത്തില്ല, കിട്ടത്തില്ല എന്നുള്ളത് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാനല്ല ഇത് പറഞ്ഞത്, അല്ല, പ്രോത്സാഹിപ്പിക്കാനാണ്. ആത്മതത്വം ശ്രവണം ചെയ്തവർ അലംഭാവം കാട്ടരുത്. ശ്രവണം കൊണ്ട് എല്ലാമായി എന്ന് ധരിച്ചു പോവരുത്. ശ്രവണം ചെയ്ത തത്വം നന്നായി മനനം ചെയ്ത് ഉറപ്പിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് ഇത് ഞാൻ കേട്ടു, എല്ലാം കേട്ടു. ഇപ്പൊ എനിക്കറിയാം ഞാൻ പരമാവധി ഞാൻ അതിലോട്ട് യാത്ര ഈ രീതിയിൽ താളത്തിൽ പോരുത്. ഇത് അത്യന്തം വളരെ എത്രയും പെട്ടെന്ന് അത്രയ്ക്കുള്ളൊരു ഒരു എമർജൻസി ചെയ്യേണ്ടതുപോലുള്ള ഒരു നിലയാണ് നമുക്ക് വരേണ്ടത്. പതുക്കെ ആവാമല്ലോ, സമയമുണ്ടല്ലോ. നമ്മൾ ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിന്റെ ഈ ഞാനെന്ന ഭാവം നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും. അപ്പം ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷെ എനിക്കിപ്പോൾ അതുണ്ട് ഇതുണ്ട്, നമ്മളിങ്ങനെ അതാ പറഞ്ഞ അലംഭാവം. ഇത് എന്തിനു വേണ്ടി ഇത്രയും പറഞ്ഞത്? ഈ ശ്ലോകം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ സാധാരണക്കാരെ അലംഭാവം കേട്ട് നമ്മളെ പേടിപ്പിക്കാനല്ല. നമ്മൾ വളരെ ഇപ്പൊ ഒരു